അപ്പം ആ ഒരു ഇതല്ലേ, അത് ഇവർ രണ്ടാളും മാത്രമാണ്. അവര് കാറിൽ യാത്ര ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോകുമ്പോ ഈ കുണുകുണുവിന്റെ കണ്ടിന്യൂഷൻ ഇനി അത് എന്തിനാ കുണുകുണുന്നുള്ള അതിന്റെ കണ്ടിന്യൂഷൻ ഇനി ഇവളെ ഉപദേശിക്കാൻ മുമ്പ് കാറിൽ ഒറ്റക്ക് ഉപദേശിക്കുന്നത്. അപ്പൊ ഓളച്ചനെ ഉപദേശിച്ചിട്ട് ഇറങ്ങി പോന്നി. അത് കാണണം, ഞങ്ങക്ക് ഡിലീറ്റഡ് സീനിൽ ഇട്ടാ മതി. നടക്കൂല, കിട്ടൂല, തരൂല. ഈ സെറ്റില് കോ ഡയറക്ടർ ബിനുപപ്പു ഇത് പറഞ്ഞത് എപ്പോഴായിരിക്കും? ഒരുപാട് അവസരങ്ങളിലേക്ക് പറയേണ്ടി വന്നിട്ട് പലരോടും നടക്കൂല, തരൂല, കിട്ടൂല എന്നുള്ളത്. കാരണം അങ്ങനെ നിന്നില്ലെങ്കിൽ നമുക്ക് ടെക്നീഷ്യൻ നമ്മളെ അടുത്ത് തരുന്ന ഉത്തരവാദിത്വം കുറച്ച് വലുതാണ്. എൻറ്റയർ സെറ്റ് നടക്കുന്നത് നമ്മുടെ ചാർട്ടിലാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നത്. അതുപോലെ അത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയായിരുന്നു. കാരണം ഇത്രയും വലിയൊരാളെ വെച്ചിട്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു. സോ ലൈക്ക് അത് ഇങ്ങനെ ഒരുപാട് നീണ്ടു പോവാണ്ടും അല്ലെങ്കിൽ അത് കൃത്യമായി ഇത്ര ദിവസങ്ങൾ, കാരണം ഞങ്ങള് ഷൂട്ട് തുടങ്ങുന്ന ദിവസങ്ങളിൽ നല്ല ഉഷ്ണമായിരുന്നു, ഏപ്രിലായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയപ്പം മെയ്യിലേക്ക് എത്തിയ മഴ വന്നു. നമുക്ക് പല സീനുകളിലും മഴ വേണം, ചിലതിൽ വേണ്ട. അവിടെയൊക്കെ മഴ പെയ്യും, കൃത്യമായി മഴ പെയ്യും. ഒരുപാട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ചില സീനുകൾ തരുൺ ഓക്കെ ഇത് നമുക്ക് മഴയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ലാലേട്ടൻ ബിഗ് ബോസിന് പോയി വരുന്ന ടൈമാണ്. അപ്പൊ ലാലേട്ടൻ ഒരു 4.5 ദിവസമാണ് ആക്ച്വലി ഞങ്ങൾക്കൊരു വീക്കിൽ ലാലേട്ടനെ കിട്ടുക. അപ്പോൾ ചാർട്ട് അങ്ങനെ അതിന് ഒപ്പമായിരിക്കണം, മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഉണ്ട്. അപ്പം സോ ലൈക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങളുടെ ടീമിനുള്ളത്. സോ ലൈക്ക് ഞങ്ങൾക്കത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം, അതിന് സാധിച്ചു. ലൈക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ രജപുത്ര എന്ന് പറയുന്ന കമ്പനി ലൈക്ക് ഞങ്ങളെ കൂടെ നിന്നു. സോ ലൈക്ക് പ്രൊഡ്യൂസർ രഞ്ജിതേട്ടനാണെങ്കിലും കൺട്രോളർ ഡിക്സൺ ചേട്ടനാണെങ്കിലും ഒരു നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു എനി ഹെൽപ്പ് ലൈക്ക് അങ്ങനെ നമ്മളെ നമുക്ക് അത്തരം ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ട് അവർ നമ്മൾ ഒരു രീതിയിലും പ്രഷറൈസ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് മറ്റുള്ളവർ പ്രഷർ ചെയ്യുന്നല്ല. ഞാൻ ഇത്രയും വലിയൊരാളെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആ പ്രഷർ അവിടെ എക്സിസ്റ്റിംഗ് ആണ്. നമ്മൾ അതിനെങ്ങനെ ഓവർകം ചെയ്ത് പോവുക, നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്ത് പോവുക എന്നുള്ളതാണ്. പ്രഷർ ഇസ് ദേ. പക്ഷെ നമുക്ക് അവരത് നമ്മളെ ഒരു തരത്തിലും എവിഡന്റ് ആക്കി തരികയോ ഒന്നുമില്ല. തരുൺ എന്ന് പറഞ്ഞ ആളെ മാക്സിമം കംഫർട്ടബിൾ ആക്കുക, അയാളെ വിഷനിലൂടെ എല്ലാവരും ട്രാവൽ ചെയ്യുക. തരുണിന്റെ കഴിഞ്ഞ 2 സിനിമയിലും തരുൺ അത് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ തന്നെ തരുൺ അത് വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. കാരണം തരുൺ എങ്ങനെയാണോ തുടരത്തിന് കണ്ടത്, നമ്മളെല്ലാരും അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ അങ്ങനെ വരുള്ളൂ. എല്ലാവരും 100% കൊടുത്തു കഴിഞ്ഞാലേ ഒരു സിനിമ സക്സസ് ആവുള്ളൂ. ആരും കൂടെ ഒരു മോശം സിനിമ ചെയ്യാൻ നോക്കുന്നില്ല. സോ ഒരു എൽ മൊമെന്റ് എന്നൊക്കെ പറയാൻ എന്തായിരിക്കും ആ സിനിമയെ നമുക്ക് ആ മൊത്തം ഞങ്ങളുടെ 102 ദിവസമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതില് ഒരു 90 ദിവസങ്ങളിൽ ലാലേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു 90 ഡേയ്സ് ഉണ്ട്. ഈ 90 ഡേയ്സും അത് പോരെ, എൽ മൊമെന്റ് ആണ്. 90 ഡേയ്സ് ഞങ്ങളിൽ ഒരാളായിട്ടാണ് പുള്ളി നിന്നത്. ലൈക്ക് ലാലേട്ട നാളെ മോനെ ഞാൻ എത്ര മണിക്ക് വരണം? ലാലേട്ട നാളെ ഒരു 8:30 എത്തണം. എന്താ മോനെ നമ്മൾ രാവിലെ എടുക്കുന്നത് ഇതാണ് ലാലേട്ട. ഓക്കെ മോനെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 9 മണിക്ക് എത്തിക്കോട്ടെ, കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ 8:30 എന്നെ വരണോ? ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല. നമ്മളെപ്പോഴും ബഫർ ചെയ്തിട്ടാണ് ടൈം പറയാം. അപ്പോൾ 9 മണിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിച്ചാൽ ഞാൻ റൂമിൽ നിന്ന് കോസ്റ്റ്യൂം ഇട്ട് സെറ്റ് റെഡി ആയിട്ട് നേരെ വന്നേക്കുന്നത്. ആ വരുത്ത് പുള്ളി ക്യാരവനിൽ വരെ കയറില്ല. വണ്ടി നേരെ വരുന്ന ക്യാമറ എവിടെയാണോ നിർത്തിയേക്കുന്നത് പുള്ളി അവിടെ വരും, നേരെ നടന്നങ്ങ് വരും, ഞാൻ റെഡിയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരാള് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെങ്ങനെയാണോ പുള്ളി അങ്ങനെ വാങ്ങും. നമുക്കനുസരിച്ച് അത് ഞാൻ ചോദിക്കാൻ വിചാരിച്ചു. അതായത് സാധാരണക്കാരനായി ലാലേട്ടനെ മാറ്റുന്നത് ഒരു അങ്ങനെ ഒരു വിഷയമേ ഇവിടെ വരുന്നില്ലല്ലേ? അതായത് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇപ്പൊ സാധാരണക്കാരൻ ലാലേട്ടനെ കണ്ടില്ല, നമുക്കറിയാലോ ഇവിടെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ. ലാലേട്ടൻ സാധാരണക്കാരനാണ്. ആ പ്രോസസ് വളരെ പുള്ളി സാധാരണക്കാരനാണ്. പുള്ളി സാധാരണക്കാരനല്ല എന്ന് ആരാ പറഞ്ഞത്? അസാധാരണമായ ഭീകര ആക്ടറുമാണ്. സോ ലൈക്ക്
പുള്ളിയെ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് സാധാരണക്കാരനാക്കാൻ വേണ്ടിയിട്ട് പുള്ളിനെ സാധാരണക്കാരെ കൂടെ കൊണ്ടുപോയി നിർത്തുക, അതൊന്നും ചെയ്യേണ്ടതില്ല. കാരണം പുള്ളി സാധാരണക്കാരനാണ്. ഇത്രയും വലിയൊരു ആക്ടർ ആയതിന്റെ അതിന്റെ ഒരു ആൾക്കാർ പുള്ളിയുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആവുന്നതിനെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ ചേട്ടാ 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 കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനിയും ആവശ്യമുണ്ട്. അപ്പൊ അത് ആ മുണ്ടും ആ ടീഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ഷൺമുഖനാണ്. ബെൻസാണ്. ആ പ്രോസസ് ഭയങ്കര ഈസിയാണ്. ഇതില് ലാലേട്ടന്റെ മറ്റേ താടി ഡയലോഗ് ഉണ്ടല്ലോ, താടി ആർക്കാ പ്രശ്നം എന്ന്, അത് പറയുന്ന പോലെയാണ് ശരിക്കും വിൻചേട്ടന്റെ പോലീസ് സ്റ്റേഷൻ. ഞങ്ങളൊക്കെ 4 വർഷം മുമ്പേ വിൻചേട്ടനോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഒരു ഇത് എല്ലാ ആംഗേഴ്സും ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വിൻചേട്ടൻ അതല്ല കോഴിക്കോട് ഭാഷ പറഞ്ഞ പോലെയാ, ആർക്കാണ്ടാ പ്രശ്നം ഞാൻ ഇനി പോലീസ് ചെയ്താല്. അത്രയും നല്ലൊരു കിടില. അതായത് എനിക്ക് തോന്നുന്നു ഈരാളി പോലീസ് സഖാവിൽ അതിന്റെ ക്യാരക്ടറാണ്. അതിനൊരു നെഗറ്റീവ് ഷെയ്ഡ്, പക്ഷെ അത് പുള്ളി അൾട്ടിമേറ്റ്ലി ഒരു നല്ല മനുഷ്യനാണ്, പണിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങനെ കട്ടയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളൊക്കെ വിൻചേട്ടൻ, അതും കോ ഡയറക്ടർ ആകുമ്പോൾ നമ്മളിത് എക്സ്ട്രാ എഫേർട്ട് ആണല്ലോ. കാരണം ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ എങ്ങനെയാ അത് ശരിക്കും ചെയ്തെടുത്ത്? ജോർജ് സാർ ഉള്ളതിനെ കൊണ്ട് എനിക്ക് അവിടെ ഒരാളുണ്ട്. ജോർജ് സാർ ഉള്ളതിനെ കൊണ്ട് കാര്യങ്ങൾ ജോർജ് സാറിന്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ക്യാരക്ടേഴ്സ് ആണല്ലോ. ഈ പോലീസ് എന്നുള്ളത് അയാളെ ജോലി മാത്രമാണ്. നമുക്ക് എത്രത്തോളം ആ ക്യാരക്ടർ നല്ലതാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മൾ പോലീസ് ആണെങ്കിലും ആ പടത്തിൽ അയാൾ എന്താ എന്നുള്ളതാണ് നമ്മൾ ഓരോ സിനിമയും നമ്മളെ അടുപ്പിക്കുന്നതും അട്രാക്ട് ചെയ്യുന്നതും ഒക്കെ. സോ ഡെഫിനറ്റ്ലി ലൈക്ക് ഇങ്ങനെ ഒരു ത്രൂ ആൻഡ് ത്രൂ നെഗറ്റീവ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തില്ല. അപ്പം അങ്ങനൊരു ഫുൾ ഓൺ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന, പിന്നെ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തരുൺ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന, അല്ലെങ്കിൽ തരുൺ പറഞ്ഞു തന്ന ബെന്നിക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ബെന്നിയുടെ സ്വഭാവം, ബെന്നി ചില സമയത്ത് നേരെയാവുന്നുണ്ട്. അയാള് ഒരുപാട് ഈഗോ ഉള്ള മനുഷ്യനാണ്. അതായത് ബെന്നിക്ക് ഒരുപാട് മരാണ്. അയാൾക്ക് അത് ഭയങ്കരമായിട്ട് അത് ഒരു സീനില് CA ജോലി പറയുന്നുണ്ട്, ഈഗോ തലക്കകത്താണോ വാട്ടിനകത്ത് കുത്തിക്കയറ്റരുതെന്ന് പറയില്ല. കാരണം അയാളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അയാളെ തന്നെ കൊണ്ടു നടക്കുന്നത്. അയാൾക്ക് ഒരുപാട് ഒരു SI എന്ന് പറയുമ്പോൾ, ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരുപാട് അധികാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇയാളുടെ മേളിൽ ഒരിക്കലും പോകാനും പറ്റൂല. എന്നാൽ അയാളെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, എന്നാൽ അയാൾക്ക് ആരൊക്കെയോ ആവണം എന്ന് ആഗ്രഹമുള്ള, എന്നാൽ സാധിക്കാത്ത, അങ്ങനെ ഒരുപാട് മിക്സഡ് ഇമോഷൻ ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഈ ഇതില് ടെൻഷൻ ഫുള്ള് പേറി നടക്കുന്നത് അയാളാണ്. കാരണം അപ്പൊ അങ്ങനൊരു തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ആ ക്യാരക്ടറിന്റെ ആ ഒരു കാറെടുത്ത് യാടുന്നെടുത്ത് പുറത്തേക്ക് ഇടുന്നവരെ, അത് കഴിയുമ്പോൾ മുതൽ അയാള് വേറെ സോണിലേക്ക് അയാൾ പോവുക. അപ്പം തരുൺ അവിടുന്നാണ് എന്നോട് പറഞ്ഞത്, ചേട്ടാ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ വേറെ സോണിലേക്കാണ് പോകുന്നത് നിങ്ങൾ. കാരണം തരുണിനെ സംബന്ധിച്ചിടത്തോളം തരുൺ വളരെ നീറ്റ്ലി എക്സ്പ്ലെയിൻഡ് ആയിരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്. അത് ഞാൻ കോ ഡയറക്ടറാണ്, ഞാൻ തന്നെ തീരുമാനിച്ചോളാം ഞാൻ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അതില്ല.